കഴിഞ്ഞ ദിവസമാണ് വാൽപ്പാറയിൽ നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. 6.5 വയസ്സുകാരിയായ രോഷ്നിയെ വീടിന്റെ പരിസരത്ത് വെച്ച പുലി കടിച്ചു കൊണ്ടുപോവുകയായിരുന്നു. ജാർഖണ്ഡ് സ്വദേശികളുടെ മകളാണ് രോഷ്നി. കഴിഞ്ഞ ആഴ്ചയാണ് ഇവർ അവിടെ ജോലി ചെയ്യാൻ എത്തിയത്. തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളായിരുന്നു ഇവരുടെ മകൾ രോഷ്നിയാണ് കഴിഞ്ഞ ദിവസം പുലി കടിച്ചു കൊണ്ടുപോയത്. ഈ പുലിയെ പിടികൂടാൻ വനം വകുപ്പ് ഊർജിതമായ ശ്രമം തുടങ്ങിയിരിക്കുകയാണ്. ഈ പച്ചമല എസ്റ്റേറ്റിലെ ഇവർ താമസിച്ചിരുന്ന പ്രദേശത്ത് നിരവധി CCTV ക്യാമറകൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥാപിച്ചിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ തേയിലത്തോട്ടത്തിന്റെ പല ഭാഗങ്ങളിലും പുലിയെ പിടികൂടാൻ കൂടും വനം വകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. നരഭോജി പുലിയെ ഏത് വിധേനയും പിടികൂടുമെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. നാടിനെ ഏറ്റവും നടുക്കിയ സംഭവമായിരുന്നു അത്. ഏതാണ്ട് 18 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് രോഷ്നി കുമാരിയുടെ മൃതദേഹം തേയിലത്തോട്ടത്തിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയത്. പാതി ഭക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹത്തിന്റെ തല മാത്രമാണ് ലഭ്യമായത് എന്നാണ് അന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. പിന്നീട് വാൽപ്പാറയിലെ ആശുപത്രിയിൽ നിന്നും പിന്നീട് പൊള്ളാച്ചി സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തീകരിച്ച ശേഷമാണ് കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. വളരെ വൈകാരികമായ ഒരു യാത്രയപ്പാണ് കുട്ടിക്ക് പ്രദേശത്തുള്ളവർ നൽകിയത്. വന്നിട്ട് അധികകാലമായില്ലെങ്കിലും പ്രദേശവാസികളിലേക്ക് തന്നെ പ്രിയപ്പെട്ട ഒരു അരുമയായി മാറിയിരുന്നു രോഷ്നി. അവളെയാണ് വളരെ അപ്രതീക്ഷിതമായി പുലി കടിച്ചു കൊണ്ടുപോയത്. അമ്മ വെള്ളമെടുക്കാൻ സംഭരണിയിലേക്ക് പോയ സമയത്ത് പുലി ആക്രമിക്കുകയായിരുന്നു. ഉടൻ തന്നെ തേയിലത്തോട്ടത്തേക്ക് കുട്ടിയും കടിച്ചു പറിച്ചുകൊണ്ട് പുലി പാഞ്ഞു പോകുന്നത് അമ്മ കണ്ടു. പിന്നീട് അവർ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. വളരെ വിപുലമായ ഒരു തിരച്ചിൽ അന്ന് നടത്തുകയുണ്ടായി. ഏതാണ്ട് 18 മണിക്കൂറോളം തിരച്ചിൽ നീണ്ടു. ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചും റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസും വളണ്ടിയർമാരും നാട്ടുകാരും വിപുലമായ ഒരു തിരച്ചിൽ തന്നെയാണ് അന്ന് നടത്തിയത്. ഉൾക്കാടുകളിലേക്ക് പോലും തിരച്ചിൽ വ്യാപിപ്പിച്ചിരുന്നു. പക്ഷേ ഏവരെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ഏതാണ്ട് വീട്ടിൽ നിന്നും 2 കിലോമീറ്റർ അകലെയാണ് കുട്ടിയുടെ മൃതദേഹം കിട്ടിയത്. ഇതിനു മുന്നേ കുട്ടിയുടെ ഉടുപ്പും കണ്ടെത്തിയത് ഏറെ ആശങ്ക പടർത്തിയിരുന്നു. എന്തായാലും നരഭോജി പുലിയെ പിടികൂടാനുള്ള ശ്രമം വനം വകുപ്പ് ഊർജിതമാക്കിയിരിക്കുകയാണ്. പ്രദേശത്ത് CCTV സ്ഥാപിച്ചു കഴിഞ്ഞു, കൂടുകളും സ്ഥാപിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ പുലി വലയിലാകും എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.